എന്നെ കള്ളനെന്ന് വിളിക്കരുത്. ബിസിനസ്സിൽ തെറ്റുപറ്റി പൊളിഞ്ഞുപോയൊരു വ്യവസായി മാത്രമാണ് ഞാൻ. തട്ടിപ്പ് നടത്താനാണെങ്കിൽ ആരെങ്കിലും സ്വന്തം ജാമ്യത്തിൽ ലോൺ എടുക്കുമോ? യൂട്യൂബറായ രാജ് ഷമാനിയുടെ പോഡ്കാസ്റ്റിൽ വിവാദ വ്യവസായി വിജയ് മല്യയുടെ ചോദ്യങ്ങളാണിത്. ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്നും കോടികൾ വായ്പയെടുത്ത് മുങ്ങിയെന്ന കേസിൽ നിയമ നടപടി നേരിടുന്ന മല്യ തന്റെ വ്യവസായ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ചും നിയമ നടപടികളെക്കുറിച്ചും 4 മണിക്കൂർ നീണ്ട പോഡ്കാസ്റ്റിൽ വിശദമായാണ് സംസാരിക്കുന്നത്. നല്ല കാലത്തിന്റെ തമ്പുരാൻ അല്ലെങ്കിൽ കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മധ്യരാജാവിന് എവിടെയാണ് പിഴച്ചത്? എന്താണ് വിജയ് മല്യക്കെതിരെയുള്ള കേസ്? നാടുവിട്ട് 9 വർഷമായിട്ടും മല്യയെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ എന്തൊക്കെ നടപടികളാണ് നേരിടേണ്ടി വരുന്നത്? മല്യ പറയുന്നത് പോലെ ബിസിനസ്സിൽ തെറ്റുപറ്റിയ വ്യവസായികളെയെല്ലാം ഇന്ത്യക്കാർ തട്ടിപ്പുകാരായിട്ടാണോ കരുതുന്നത്? 18 വർഷത്തിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു IPL കിരീടം നേടിയതും മല്യയുടെ പുതിയ തുറന്നു പറച്ചിലുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പരിശോധിക്കാം. വിജയ് മല്യയുടെ കഥ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് വിത്തൽ മല്യയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന യുണൈറ്റഡ് ബ്രൂവറീസ് ഗ്രൂപ്പിൽ നിന്നാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് സൈനികർക്ക് ആവശ്യമായ മദ്യം നിർമ്മിച്ചു തുടങ്ങിയ കമ്പനിയുടെ ചുമതല വിത്തൽ മല്യ ഏറ്റെടുക്കുന്നതോടെ കഥ മാറി. ഇന്ത്യയിലെ ചെറിയ ചെറിയ മദ്യ കമ്പനികളെ വരെ ഏറ്റെടുത്ത യുണൈറ്റഡ് ബ്രൂവറീസിന് നിലവിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ 80ഓളം ഡിസ്റ്റിലറികളാണുള്ളത്. കണിശക്കാരനായിരുന്ന പിതാവിന്റെ ശിക്ഷണത്തിലാണ് വിജയ് മല്യയുടെ വിദ്യാഭ്യാസ കാലഘട്ടം കടന്നു പോകുന്നത്. കൊൽക്കത്തയിലെ പ്രശസ്തമായ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പഠനത്തിനിടെ പിതാവിന്റെ കമ്പനിയിൽ മാർക്കറ്റിംഗ് ട്രെയിനിയായി 400 രൂപ മാസശമ്പളത്തിലാണ് താൻ പണിയെടുത്തിരുന്നതെന്ന് മല്യ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്ത വിജയ് മല്യ തന്റെ 28ാം വയസ്സിലാണ് യുണൈറ്റഡ് ബ്രൂവറീസിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് യുണൈറ്റഡ് ബ്രൂവറീസിനെ മദ്യ ബിസിനസ്സിൽ മാത്രം തളച്ചിടാതെ അവസരങ്ങളുടെ ആകാശത്തേക്ക് വളർത്തുകയായിരുന്നു വിജയ് മല്യയുടെ ലക്ഷ്യം. ബംഗളൂരുവിലേക്ക് താമസം മാറിയതാണ് വിജയ് മല്യയുടെ സംരംഭക ജീവിതത്തിലെ വഴിത്തിരിവായത്. ഒരു കാലത്ത് ഏവിയേഷൻ രംഗത്ത് വലിയ തരംഗമുണ്ടാക്കിയ കിങ്ഫിഷർ എയർലൈൻസ്, RCB എന്നീ ബിസിനസ്സുകളുടെ എല്ലാം തുടക്കം ബംഗളൂരിൽ നിന്നായിരുന്നു. ബിസിനസ് എല്ലാം മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തിയായി 2008 സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലമെത്തുന്നത്. പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ലാത്തതിന്റെ പേരിൽ താൻ അന്നത്തെ ധനമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജിയെ കാണാനെത്തിയെന്ന് വിജയ് മല്യ പറയുന്നു. കമ്പനിയുടെ വലിപ്പം കുറയ്ക്കാതെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ബംഗാളി ഭാഷയിൽ താൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് കുറെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനോട് പ്രണബ് മുഖർജിക്ക് താല്പര്യമില്ലായിരുന്നു. കമ്പനിയുടെ ചെലവ് ചുരുക്കേണ്ട കാര്യമില്ലെന്നും ബാങ്കുകൾ ആവശ്യമായ പിന്തുണ നൽകുമെന്നും പ്രണബ് മുഖർജി നിർദ്ദേശിച്ചെന്നാണ് മല്യ പറയുന്നത്. തന്റെ ബിസിനസ് ജീവിതത്തിലെ കുഴപ്പങ്ങൾ തുടങ്ങുന്നത് ഇവിടെ മുതലാണെന്നാണ് മല്യയുടെ വാദം. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയിലെ 17 ബാങ്കുകൾ ചേർന്ന് രൂപീകരിച്ച ഒരു കൺസോർഷ്യം മല്യയ്ക്ക് 9,000 കോടി രൂപ വായ്പ നൽകുന്നതും ഇത് തിരിച്ചടയ്ക്കാതെ മല്യ മുങ്ങിയെന്ന വാർത്തകൾ വരുന്നതും. ശരിക്കും മാധ്യമങ്ങൾ പറയുന്നത് പോലെ മല്യ തെറ്റുകാരനാണോ? തെറ്റായ തീരുമാനങ്ങളുടെ പേരിൽ ബിസിനസ്സിൽ തോറ്റുപോയ ഒരു പാവം വ്യവസായി മാത്രമാണോ അദ്ദേഹം? തന്നെ കള്ളനെന്ന് വിളിക്കരുതെന്നും വായ്പയെടുത്ത 6,000 കോടിക്ക് പകരം 14,000 കോടി തിരിച്ചു പിടിച്ചെന്നുമാണ് മല്യയുടെ വാദം. യാഥാർത്ഥ്യം അതാണോ? മല്യക്കെതിരെയുള്ള കേസുകൾ വിശദമായി പരിശോധിച്ചാൽ ഇതിനുള്ള ഉത്തരം ലഭിക്കുമെന്നതാണ് സത്യം. വായ്പയെടുത്ത് മുങ്ങിയതിനപ്പുറം ഗുരുതരമായ ആരോപണങ്ങളാണ് മല്യക്കെതിരെ അന്വേഷണ ഏജൻസികൾ ചുമത്തിയിരിക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചന, തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കുക, നികുതി വെട്ടിപ്പ്, കമ്പനിയുടെ പേരിലെടുത്ത വായ്പ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുക തുടങ്ങിയ കുറ്റങ്ങളും മല്യക്കെതിരെ ഇന്ത്യയിൽ നിലവിലുണ്ട്. SBI അടക്കമുള്ള 17 ബാങ്കുകളിൽ നിന്നും 6,900 കോടി വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തതാണ് പ്രധാനപ്പെട്ട കേസ്. IDBI ബാങ്കിൽ നിന്ന് മതിയായ രേഖകളില്ലാതെ 9,000 കോടി വായ്പ എടുത്തത്, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്ന് 180 കോടി വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തത്, തെറ്റായ രേഖകൾ ഉണ്ടാക്കി കിങ്ഫിഷർ എയർലൈൻസിന്റെ 3,547 കോടി രൂപ ഫോഴ്സ് ഇന്ത്യ ഫോർമുല 1 ടീമിലേക്കും RCBയിലേക്കും വകമാറ്റി, യാത്രക്കാരിൽ നിന്ന് പിരിച്ചിട്ടും സേവന കുടിശ്ശിക വരുത്തിയത് 100 കോടി രൂപ, കമ്പനി പ്രവർത്തനത്തിലെ ക്രമക്കേടുകൾ, അങ്ങനെ നിരവധി കേസുകളാണ് മല്യക്കെതിരെ കോടതിയിലുള്ളത്. അഭിമുഖത്തിൽ പറയുന്നത് പോലെ 6,000 കോടി രൂപ മാത്രം വായ്പയെടുത്ത തന്നിൽ നിന്നും 14,000 കോടി തിരിച്ചു പിടിച്ചുവെന്നും പിന്നെയും കള്ളൻ എന്ന പേര് മാത്രം ബാക്കിയെന്ന മല്യയുടെ കുമ്പസാരം അത്ര നിഷ്കളങ്കമല്ലെന്നതാണ് സത്യം. പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാതിരുന്ന മല്യ ഇന്ത്യയിൽ തിരിച്ചെത്തിയാൽ തീർച്ചയായും നിയമ നടപടികൾ നേരിടേണ്ടി വരും. മാന്യമായ കുറ്റവിചാരണ ഉറപ്പാക്കിയാൽ ഇന്ത്യയിൽ എത്താമെന്നും മല്യ പറയുന്നു. കൊടും ഭീകരൻ അജ്മൽ കസബിന് പോലും മാന്യമായ കുറ്റവിചാരണ ഒരുക്കിയ ഒരു രാജ്യത്തെ നിയമ സംവിധാനത്തോടാണ് മല്യയുടെ വിചിത്രമായ ആവശ്യമെന്നതാണ് രസകരം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മല്യ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ പ്രസക്തമാണ്. ബിസിനസ്സിൽ പരാജയപ്പെട്ടവരെ ഇന്ത്യക്കാർ തട്ടിപ്പുകാരായിട്ടാണ് കാണുന്നതെന്നാണ് മല്യ പറയുന്നത്. ബിസിനസ് പൊളിഞ്ഞതിന് പിന്നാലെ ജയിലിൽ പോയ ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയലിന്റെയും അവാന്ത ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം താപ്പറിന്റെയും ഉദാഹരണമാണ് മല്യ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്.
ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെയൊരു ദുരവസ്ഥയുള്ളതെന്നും അദ്ദേഹം പറയുന്നു. മല്യയുടെ ഈ നിലപാടിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ ഏറ്റവും വലിയ തടസ്സം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുമെന്ന് മനസ്സിലാക്കിയാണ് 2016 മാർച്ച് 2-ന് സ്വന്തം വിമാനത്തിൽ നിറയെ സ്യൂട്ട് കേസുകളുമായി മല്യ ഇന്ത്യ വിടുന്നത്. ഇതും കഴിഞ്ഞ് 9 വർഷത്തിന് ശേഷമാണ് മല്യയുടെ മനസ്സ് തുറക്കൽ. അതും കള്ളുകൊച്ചവടം വർദ്ധിപ്പിക്കാനുള്ള ഉപകരണമായി നിർമ്മിച്ച റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്ന ക്രിക്കറ്റ് ടീം IPL കിരീടം നേടിയതിന് തൊട്ടു പിന്നാലെ. കിരീട നേട്ടത്തിന് പിന്നാലെ വന്ന പോഡ്കാസ്റ്റ് മല്യയുടെ PR ടീമിന്റെ പണിയാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. മല്യ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതുന്നവരും ഏറെയാണ്. മല്യ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? രാജ് ശമാനിയുടെ പോഡ്കാസ്റ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും ഇക്കാര്യത്തിൽ ചർച്ച സജീവമാണ്. മല്യയുടെ സങ്കടം കണ്ടാൽ കുടുക്ക പൊട്ടിച്ച് കുറച്ച് പൈസ അയച്ചു കൊടുക്കാൻ തോന്നുമെന്നാണ് ചില വിരുദ്ധന്മാർ പറയുന്നത്. ഇതിനോടകം 2 കോടിയിലധികം ആളുകൾ കണ്ട വീഡിയോ ഇനിയും കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നും ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു കോൺട്രവേഴ്ഷ്യൽ ഫിനാൻഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം.